മാന്യമഹാജനങ്ങൾക്ക് എൻ്റെ വന്ദനം. അഗണിത ഗുണലീലാ വൈഭവധാമമായ ഭഗവാൻ ശ്രീ വരദരാജന്റെ നവീന രഥോദ്ഘാടന ഉത്സവത്തിന്റെയും വാർഷിക രഥോത്സവത്തിന്റെയും ഭാഗമായി ഗ്രാമത്തിലെ ബാലികാബാലന്മാർ ചേർന്ന് അവതരിപ്പിക്കുന്ന പ്രഹ്ലാദ വിജയം എന്ന ഈ ചെറു നാടകത്തിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വൈഷ്ണവാഗ്രഗണ്യനും രാമനാഥ സ്വാമിയുമായ ഭഗവാൻ പരമേശ്വരൻ തന്റെ പ്രിയയായ പാർവതിയോട് പറഞ്ഞതായ ഒരു വൃത്താന്തം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. വരൂ, കൈലാസത്തിലേക്ക് പോകാം. തസ്മൈ നമഃ പരമകാരണകാരണായ ദീപ്തോജ്വലജ്വലിതപിംഗളലോചനായ നാഗേന്ദ്രഹാരകൃതകുണ്ടലഭൂഷണായ ബ്രഹ്മേന്ദ്രവിഷ്ണുവരദായ നമഃ ശിവായ. പരമേശ്വര, കരുണാനിധി, സർവലോകകാരണ, ഭക്തരക്ഷക, അങ്ങയുടെ ദാസിയും പ്രാണവല്ലഭയുമായ ഈ പാർവതിയുടെ നമസ്കാരം സ്വീകരിച്ചാലും തപസാൽ നിമീലിതമായ കമലനയനങ്ങൾ തുറന്ന് കടാക്ഷിച്ചാലും. പ്രിയ ഗൗരി, പൂർണ്ണചന്ദ്രൻ പോൽ വിളങ്ങും നിന്റെ ഈ സുന്ദര മുഖത്തിൽ ആശ്ചര്യവും കൗതുകവും അലങ്കരിക്കുന്നതിന് എന്താണ് കാരണം? സർവലോകേശ്വര, അങ്ങ് എല്ലാ ദേവതകൾക്കും ദേവനായതുകൊണ്ട് അങ്ങയെ എല്ലാവരും മഹാദേവൻ എന്ന് വിളിക്കുന്നു. അങ്ങയെക്കാളും ശക്തിമാനായ ഒരു ദേവനുള്ളതായി എനിക്കറിയില്ല. അങ്ങ് സർവശക്തിമാൻ, സർവാന്തർയാമി, സൃഷ്ടിസ്ഥിതി സംഹാരകർത്ത. അങ്ങനെയിരിക്കെ അങ്ങ് ആരെയാണ് ധ്യാനിച്ചു തപസ്സു ചെയ്യുന്നത്? ധ്യാന സമയത്തിൽ അങ്ങയുടെ തിരുമുഖത്ത് തെളിഞ്ഞ ഈ മന്ദഹാസത്തിന് കാരണമെന്താകുന്നു? പത്മനയനെ പാർവതി, ഭൂമുഖത്തുള്ളവരും ഋഷികളും ദേവതകളും എന്നെ മഹാദേവൻ, കാലകാലൻ, പരമേശ്വരൻ എന്നൊക്കെ വിളിക്കുന്നു. നാം ഇരുവരും ജഗത് കാരണമായ പ്രകൃതി പുരുഷ തത്വങ്ങളാകുന്നു. എന്നിരിക്കലും നമുക്കും കാരണമായ ദൈവം ഒന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ കല്യാണ ഗുണങ്ങളും നാമങ്ങളും ലീലകളും ദിവ്യ അവതാരങ്ങളുമാണ് ധ്യാനിക്കുന്നത്. ശങ്കര, കരുണാനിധി, ആ ദൈവം ആരാകുന്നു? ശാന്താകാരം ഭുജഗശയനം പദ്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം സർവലോകൈകനാഥം. ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ. നാഥ, ഹരിഹരന്മാരുടെ ഈ അന്യോന്യ പ്രേമവും സൗഹൃദവും ഭക്തി ബഹുമാനാദികളും ലോകത്തിലുള്ളവർ എല്ലാം അറിയുന്നു. ഇതിൽ അതിശയമില്ല. എന്നിരിക്കലും കടൽ മകളുടെ നാഥനും കമലനയനനുമായ എൻ്റെ സഹോദരൻ ശ്രീമാൻ നാരായണന്റെ ഏതു ലീലയാണ് അങ്ങയുടെ മന്ദഹാസത്തിന് കാരണം? ഇതറിയാൻ ഞാൻ ഉത്സുകയാണ്. ഹിമവത്സുതേ, ഭഗവാൻ ഭക്തവത്സലൻ എപ്പോൾ അധർമ്മികൾ സാധുജനങ്ങളെ ഉപദ്രവിക്കുന്നുവോ, എപ്പോൾ ധർമ്മം ക്ഷയിക്കുന്നുവോ, എപ്പോൾ ജനങ്ങൾ ഈശ്വരന്മാരെ മറക്കുന്നുവോ, അപ്പോൾ അവതരിക്കുന്നു. അങ്ങനെ ഒരിക്കൽ ഭഗവാൻ വരദരാജൻ ഒരു അധർമ്മിയെ വധിക്കാനും ഒരു ഭാഗവതോത്തമനെ രക്ഷിക്കാനും ഭൂമിയിൽ അവതരിച്ചു. മഹാപരാക്രമശാലിയും ദൈത്യേന്ദ്രനുമായ ഹിരണ്യകശിപു വരാഹാവതാര സമയത്തിൽ ഭഗവാനാൽ സംഹരിക്കപ്പെട്ട
തന്റെ അനുജനായ ഹിരണ്യാക്ഷന്റെ പക തീർക്കാനും ഉലകം ആട്ടിപ്പടയ്ക്കാനും ശക്തി ആർജിക്കാനും ബ്രഹ്മദേവനെ കുറിച്ച് തപസ്സു തുടങ്ങി. ഓം ബ്രഹ്മദേവായ നമഃ. 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 വത്സ ഹിരണ്യ, ഉണരൂ, നിന്റെ തപസ് സിദ്ധിച്ചിരിക്കുന്നു. പിതാമഹ, ബ്രഹ്മദേവ, ജഗദ്ഗുരു, സൃഷ്ടികർത്താവേ, അങ്ങയ്ക്കെന്റെ നമസ്കാരം, നമസ്കാരം. നമാത്യായ ബീജായ ജ്ഞാനവിജ്ഞാനമൂർത്തയേ പ്രാണേന്ദ്രിയമനോ ബുദ്ധിർ വികാരർ വ്യക്തിമീയുഷേ. പുത്ര, നിന്റെ കഠോരവും അദ്ഭുതവുമായ തപസ്സിൽ നാം സംപ്രീതനായിരിക്കുന്നു. ഇങ്ങനെയൊരു തപസ് ഇതിനു മുമ്പ് ആരും ചെയ്തിട്ടില്ല, ഇനിമേലും ആരും ആചരിക്കുകയുമില്ല. നിന്റെ ഈ മഹാതപസ്സിന്റെ ഫലമായി ഞാൻ ഹിരണ്യഗർഭൻ ബ്രഹ്മദേവൻ ഇതാ ഇവിടെ പ്രത്യക്ഷനായിരിക്കുന്നു. നീ ആശിക്കുന്ന വരമെല്ലാം ഭരിച്ചുകൊള്ളുക. ധന്യോഹം പ്രഭു, ധന്യോഹം. പിതാമഹ, അങ്ങനെയിരിക്കെ എനിക്ക് അമരത്വം അനുഗ്രഹിക്കൂ. ഈ ലോകത്തിൽ ഏതൊന്ന് നശിച്ചാലും ഞാൻ നശിക്കരുത്. എല്ലാരും കണ്ടു ഭയപ്പെടുന്ന മൃത്യു എന്നെ കണ്ടു ഭയപ്പെടണം. പുത്ര, നിന്റെ വീരത്തിനും പരാക്രമത്തിനും ബുദ്ധിക്കും തപസ്സിനും ഈ വരം ഏറ്റതാണ്. പക്ഷേ നാശമില്ലാത്ത ഒരുത്തനെ നാശമില്ലാതാക്കാൻ കഴിയുകയുള്ളൂ. പിതാമഹ, അങ്ങ് എന്താണ് പറഞ്ഞു വരുന്നത്? എനിക്കും മരണം എന്നതുണ്ട്. എൻ്റെ ആയുഷ്കാലത്തെ ദ്വിപരാർത്ഥം എന്നു പറയുന്നു. കൽപാവസാനത്തിൽ ഞാനും എൻ്റെ സ്വാമിയിൽ ചെന്നുചേരുന്നു. അതുകൊണ്ട് മരണമില്ലായ്മ എന്ന വരം അനുഗ്രഹിക്കാൻ ഞാൻ സമർത്ഥനല്ല. കഷ്ടം! ഈ കാണുന്ന സമസ്ത ലോകങ്ങളെയും സൃഷ്ടി കൊണ്ട് രചിച്ച ബ്രഹ്മദേവനെയും മരണം ജയിക്കുമത്ര. പക്ഷേ ഈ ഹിരണ്യനെ ജയിക്കാൻ ആർക്കും സാധിക്കരുത്. ഹേ സൃഷ്ടികർത്താവേ, ഞാൻ എൻ്റെ വരം നിശ്ചയിച്ചിരിക്കുന്നു. എനിക്ക് ഉള്ളിലും മരണം പാടില്ല, വെളിയിലും മരണം പാടില്ല. രാവിലെയും മരണമരുത്, രാത്രിയും മരണമരുത്. ഭൂമിയിലും മരണമരുത്, ആകാശത്തും മരണമരുത്. മനുഷ്യനാലോ മൃഗത്താലോ ആയുധങ്ങളാലോ അങ്ങയാൽ സൃഷ്ടിക്കപ്പെട്ട ഏതൊരു സാധനത്താലോ മരണം പാടില്ല. ജീവൻ ഉള്ളതാലും മരണമരുത്, ജീവൻ ഇല്ലാത്തതാലും മരണമരുത്. ദേവനാലും മരണമരുത്, ദൈത്യനാലും മരണമരുത്. ഈ സൃഷ്ടിയിലുള്ള എല്ലാവരുടെയും സ്വാമിത്വം എനിക്ക് സിദ്ധിക്കണം. അഷ്ടമഹാസിദ്ധികളും എന്റേതാകണം. യുദ്ധത്തിൽ എനിക്ക് സമമായി പൊരുതാൻ ഒരുത്തനുണ്ടാകരുത്. എല്ലാ ഐശ്വര്യങ്ങളും എന്റേതാവണം. തഥാസ്തു. ഒരു ഭാഗത്ത് അസുരാധിപനായ ഹിരണ്യൻ തപസ്സിൽ മഗ്നനായിരിക്കെ മറുഭാഗത്തിൽ ഹിരണ്യമഹിഷിയായ ഗർഭവതിയായ കയാധുവിനെ ദേവമനുഷ്യാദികളുടെ ഭാവി സൗഖ്യ ചിന്താമഗ്നനായ ലോകപാലകൻ ഇന്ദ്രൻ അപഹരിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അബലയായ കയാധുവിനെ രക്ഷിക്കാൻ ഒരു മഹാൻ അവിടെ എത്തി. ആരാണത്? വരൂ കാണാം. പ്രഭു, ഈ നിസ്സഹായിയെ രക്ഷിച്ചാലും എന്റെ അജാതനായ ഈ ശിശുവെ രക്ഷിച്ചാലും. വെറുതെ വിലപിക്കരുത് അബലെ. നിന്റെ ഈ രോദനം അസഹ്യമായിരിക്കുന്നു. നിന്റെ പതിയായ ഹിരണ്യകശിപു ബ്രഹ്മദേവനെ പ്രീതിപ്പെടുത്താൻ അതികഠോര തപസ്സിൽ മഗ്നനായിരിക്കുന്നു. നിന്റെ ഈ കരുണമായ രോദനം കേട്ട് തപസ്സുപേക്ഷിച്ച് നിന്റെ നാഥൻ ഇങ്ങ് എഴുന്നള്ളുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ?
ദേവേന്ദ്ര, 33 കോടി ദേവതകൾക്കും നാഥനായ നിനക്ക് പതിവ്രതയും പരസ്ത്രീയുമായ എന്നെ അപഹരിക്കുന്നത് ശോഭനമല്ല. ഞാൻ ഗർഭവതിയാകുന്നു. എന്നെ ഉപദ്രവിക്കരുത്. എന്നെ ഉപദ്രവിക്കുന്നത് മഹാപാപമാണ്. കരുണ ചെയ്തെന്നെ മുക്തിയാക്കുക. അസാധ്യം. ഭൂലോകത്തിൽ നാടുകേറി വന്ന് ഉപദ്രവിക്കുന്ന പുലിയെ നാട്ടുകാർ വധിക്കില്ലേ? അത് പെൺപുലിയാണോ ഗർഭവതിയാണോ എന്നൊന്നും അവർ ചിന്തിക്കുന്നില്ല. നീ ദിതിപുത്രനായ ഹിരണ്യകശിപുവിന്റെ പട്ടറാണി. നിന്റെ ഗർഭത്തിൽ വളരുന്ന ശിശു ഹിരണ്യന്റെ ഉത്തരാധികാരി. അവനാൽ ഞങ്ങൾക്കും ലോകത്തിനും ആപത്താകുന്നു. നീ ഈ ശിശുവിന് ജന്മം നൽകിയതും ഞാൻ അതിനെ വധിക്കും. അതിനുശേഷം നിന്നെ ഞാൻ മുക്തിയാക്കും. ഈശ്വരാ, ജഗന്നാഥ, ശ്രീമൻ നാരായണ പ്രഭു, ഈ അന്യായം തട്ടിക്കേൾക്കാൻ ആരുമില്ലേ? 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 നാരായണ 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 നാരായണ. ദേവർഷി ബ്രഹ്മപുത്ര, ഭക്തി തത്വ മർമ്മജ്ഞ ശ്രീ നാരദ ഋഷി, അനാദിയായി എന്നെ അധർമ്മയിൽ നിന്ന് രക്ഷിച്ചാലും രക്ഷിച്ചാലും രക്ഷിച്ചാലും. പുത്രി, അഭയം. കരയരുത്, സ്വസ്ഥയാകൂ. മഹേന്ദ്ര, ദേവാധിപനായ അങ്ങയുടെ പരാക്രമം അബലകളിലാണോ പ്രദർശിപ്പിക്കേണ്ടത്? കഷ്ടം. ത്രിലോക സഞ്ചാരിയും ശ്രീനാരായണദാസനുമായ നാരദർക്ക് എന്റെ നമസ്കാരം. ഈ സ്ത്രീ അസുരനായ ഹിരണ്യകശിപുവിന്റെ റാണിയാകുന്നു. ഇവളുടെ ഗർഭത്തിൽ വളരുന്ന ശിശു അവന്റെ പിതാവിനെ പോലൊരു ലോക ഉപദ്രവകാരിയായി തന്നെ വളരും. ദേവമനുഷ്യാദികളുടെ ജീവിതത്തിന് ഈ ശിശുവാൽ ആപത്താണ്. അതുകൊണ്ട് ഞാൻ ഇവളെ ബന്ധനസ്ഥയാക്കി ഇവളുടെ ശിശുവിനെ ശിശുഹത്യ എന്നത് മഹാപാപമാണെന്ന് സുരവരന് അറിഞ്ഞുകൂടെ? പക്ഷേ ഈ ശിശു ഒരു അധർമ്മിയായി വളരുമെന്ന് അങ്ങയോട് ആര് പറഞ്ഞു? ഇവൻ ഒരു മഹാഭാഗവതോത്തമനായാലോ? മഹർഷി, അങ്ങ് എന്താണ് പറയുന്നത്? അതേ ശചികാന്ത, ഈ ശിശു ശ്രീമൻ നാരായണദാസന്മാരിൽ അഗ്രഗണ്യനാകും, പരമഭാഗവതോത്തമനാകും, ഹിരണ്യകശിപുവിന്റെ ദുരാചാരണങ്ങൾക്ക് മൂലബിന്ദുവാകും. ഇവനെ വധിച്ചാൽ നിങ്ങൾക്കാണ് നഷ്ടം. സ്വഭക്തനെ വധിച്ചാൽ ശ്രീമൻ നാരായണനും ക്ഷമിക്കയില്ല, സ്വപുത്രനെ വധിച്ചാൽ ഹിരണ്യകശിപുവും ക്ഷമിക്കയില്ല. നാരായണ നാരായണ. ഹരി, ഞാൻ എന്തൊരു മഹാപാപമാണ് ചെയ്യാനിരുന്നത്. ദേവർഷേ, എന്നെ ക്ഷമിച്ചാലും. കയതു മാതാവേ, എന്നെ ക്ഷമിച്ചാലും. ശ്രീമൻ നാരായണ, എന്നെ ക്ഷമിച്ചാലും. ആജ്ഞ നൽകിയാലും. നാരായണ നാരായണ. പുത്രി, ഭയപ്പെടണ്ട. ഇവിടെ അടുത്ത് എന്റെ ആശ്രമമുണ്ട്. നീ ഈ അത്ഭുത ശിശുവിന് ജന്മം നൽകുന്നതുവരെ എന്റെ ശരണത്തിൽ ഇരുന്നു കൊള്ളുക. എന്റെയും എന്റെ ഈ അജാത ശിശുവിന്റെയും ജീവരക്ഷകനായ അങ്ങക്ക് ഈ അടിയവൾ എന്ത് കൈമാറാണ് ചെയ്യാൻ പറ്റുക? എന്റെ ആർത്തസ്വരം കേട്ട് ഭക്തപരിപാലകനായ ശ്രീമൻ നാരായണനാണ് സ്വദാസനായ അങ്ങയെ എന്റെ അടുത്ത് അയച്ചത്. ശരണാഗതിയായ എന്നെയും എന്റെ ബാലകനെയും സംരക്ഷിച്ചാലും മഹാമുനി. ഞങ്ങളെ ശിഷ്യന്മാരായി സ്വീകരിച്ചാലും ജഗദ്ഗുരു ഗുരുനാഥ. നാരായണ 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 നാരായണ. നാരദ മഹർഷിയുടെ ശരണത്തിൽ കയാതുവും ഗർഭസ്ഥ ശിശുവും നിഷ്കവലയോടെ വാഴ്ന്നു വന്നു. ഭഗവത് ഭക്തയായ കയാധുവിന്റെ മകനും ഗർഭശ്രീമാനുമായ പ്രഹ്ലാദൻ ഗർഭവാസകാലത്തിൽ തന്നെ നാരദ മുഖത്തു നിന്നും ഭഗവത് കഥകൾ കേട്ട് ജ്ഞാനിയായിത്തീർന്നു. ഉചിതകാലത്തിൽ കയാധു പ്രഹ്ലാദന് ജന്മം നൽകി. നാരദർ അവർ ഇരുവരെയും 5 വർഷക്കാലത്തിനു ശേഷം സർവലോകത്തിനും രാജാവായി വാണുവന്ന ഹിരണ്യകശിപുവിന്റെ കൊട്ടാരത്തിൽ ചെന്നു ചേർത്തു. പുത്ര പ്രഹ്ലാദ, എന്നെ അനുഗ്രഹിച്ചാലും പിതാശ്രീ. ദീർഘായുഷ്മാൻ ഭവ. വത്സ പ്രഹ്ലാദ, നീ എന്റെ ഉത്തരാധികാരിയാകുന്നു.
വാനോളം ഉയർന്നു നിൽക്കുന്ന നമ്മുടെ ഈ അസുര സാമ്രാജ്യത്തിന് നീയാകുന്നു യുവരാജൻ. നിന്റെ പിതാവായ എന്റെ പാദച്ചുവടുകൾ പിന്തുടർന്നാൽ നിനക്കും അമരനായി ഭവിക്കാം. അമരത്വം എന്നത് ജീവനിലയിൽ പ്രാപിക്കാൻ പറ്റിയ ഒന്നല്ല പിതാവേ. ശരീരം രക്ത, അസ്ഥി, മജ്ജ, മാംസങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടതാകുന്നു. മരണശേഷം ഭസ്മമാകുന്നു, അല്ലെങ്കിൽ കൃമികൾക്ക് ഭോജനമാകുന്നു. ഇത്രയും തുച്ഛമായ ഈ ശരീരത്തെ ധാരണ പോഷണം ചെയ്യുന്നത് മൂർഖന്റെ ലക്ഷണമാകുന്നു. പുത്ര പ്രഹ്ലാദ, ഇത്രയും ചെറുപ്രായത്തിൽ നിനക്ക് ഇത്രയും വൈരാഗ്യമോ, ഇത്രയ്ക്ക് ജ്ഞാനമോ? ആകട്ടെ, എന്നാൽ പറയൂ, ഈ തുച്ഛമായ ശരീരം കൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ശരീരത്തിലെ ഈ കാതുകൾ കൊണ്ട് ഭഗവത് കഥകൾ കേൾക്കണം. ഈ നാക്കുകൊണ്ട് ഭഗവാന്റെ നാമം ചൊല്ലണം. ഈ മനസ്സുകൊണ്ട് ഭഗവാനെ വിചാരിക്കണം. ഈ കൈകൾ കൊണ്ട് അദ്ദേഹത്തിന്റെ പാദസേവയും അർച്ചനവും ചെയ്യണം. ഈ ശിരസ് താഴ്ത്തി അദ്ദേഹത്തെ വന്ദിക്കണം. അദ്ദേഹത്തിന് ദാസനായും സഖാവായും സേവ ചെയ്യണം. അവസാനം ശരീരമാ സകലം കൊണ്ട് സാഷ്ടാംഗ നമസ്കാരം ചെയ്ത് അദ്ദേഹത്തിന് ആത്മനിവേദനം ചെയ്യണം. ഭലേ ഭലേ. എന്നാൽ ഈ ഭഗവാന് നീ ഇതൊക്കെ സാക്ഷാതായി ചെയ്തുകൊള്ളൂ. ശ്രീമന്നാരായണ ചരണം ശരണം പ്രപദ്യേ. ധിക്കാരി, നാം ഇവിടെ സാക്ഷാത് ഭഗവാനായി അമർന്നിരിക്കുമ്പോൾ നമ്മുടെ ആജന്മ ശത്രുവായ നിന്റെ ചെറിയച്ഛനായ ഹിരണ്യാക്ഷനെ വധിച്ച വിഷ്ണുവിനെയാണോ നീ വണങ്ങുന്നത്? നിന്നെ ഇന്നു ഞാൻ അരുത് നാഥ, അരുത്. ഇവൻ അങ്ങയുടെ സുപുത്രനാകുന്നു. ചെറുബാലൻ അറിയാതെ പറഞ്ഞതിന് വലിയ ശിക്ഷ അരുടരുത്. ശിക്ഷ, ശരിയായ ശിക്ഷ ലഭിക്കാത്തത് കൊണ്ടാണ് ഇവൻ ഇങ്ങനെ ഒരു കുബുദ്ധി ഉണ്ടായത്. ആരവിടെ? ശുക്രപുത്രന്മാരെ ഇവിടെ പറഞ്ഞയക്കൂ. ഭഗവാൻ ശ്രീ ഹിരണ്യകശിപു നീണാൾ വാഴട്ടെ. ഓം ഹിരണ്യായ നമഃ. ശുക്രപുത്രന്മാരെ, എന്റെ ഈ പുത്രന്റെ കുബുദ്ധി നീക്കി അവനെ ശരിയായ വിദ്യ പഠിപ്പിക്കുക. അങ്ങയുടെ ഉത്തരവ് പോലെ പ്രഭു. പ്രഹ്ലാദന്റെ വിഷ്ണു ഭക്തിയെ അവഗുണമെന്ന് കണ്ടറിഞ്ഞ ഹിരണ്യൻ പ്രഹ്ലാദനെ ശുക്രപുത്രനായ ഷണ്ടാമർക്കന്മാരുടെ അടുക്കൽ പറഞ്ഞയച്ചു. ശുക്രപുത്രന്മാർക്ക് പ്രഹ്ലാദന്റെ ഭക്തിയെ ഒഴിക്കാൻ സാധിക്കുമോ? വരൂ, അറിയാം. പ്രിയപുത്ര പ്രഹ്ലാദ, പറയൂ, ഈ ലോകത്തിന്റെ പരമനേതാവ് ആരാകുന്നു? സകലേശ്വരൻ ശ്രീമന്നാരായണൻ. ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. ലോകത്തിന്റെ ദൈവം നിന്റെ പൂജ്യ പിതാവ് ഹിരണ്യകശിപു രാജാവാകുന്നു. ആരാണെന്ന് പറയൂ. ശ്രീ മഹാവിഷ്ണു. ഹിരണ്യകശിപു. മഹാവിഷ്ണു. ഹിരണ്യകശിപു. മഹാവിഷ്ണു. ഹിരണ്യകശിപു. 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 മഹാവിഷ്ണു. 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 ഹിരണ്യകശിപു. 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 മഹാവിഷ്ണു. 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 മഹാവിഷ്ണു അല്ല ഹിരണ്യകശിപു. ഹിരണ്യകശിപു അല്ല മഹാവിഷ്ണു. മഹാവിഷ്ണു അല്ല ഹിരണ്യകശിപു. ഹിരണ്യകശിപു അല്ല മഹാവിഷ്ണു. മഹാവിഷ്ണു അല്ല ഹിരണ്യകശിപു. ഹിരണ്യകശിപു അല്ല മഹാവിഷ്ണു. ഹിരണ്യകശിപു അല്ല മഹാവിഷ്ണു. ഹിരണ്യകശിപു അല്ല മഹാവിഷ്ണു. ഹിരണ്യകശിപു അല്ല മഹാവിഷ്ണു. അത് തന്നെ ഞാനും പറഞ്ഞത്. ജയ് ശ്രീമന്നാരായണ. ജയ് ശ്രീമന്നാരായണ. ഇങ്ങോട്ട് വാടാ, അമർക്കാം. ഇവനോട് സംഭാഷണം ചെയ്താൽ നമ്മളും വിഷ്ണുഭക്തരാകും. ഇവനെ എങ്ങനെ നേരാക്കും? വടികൊണ്ട് അടിച്ച് ശരിയാക്കിയാലോ? മൂർഖ, ഇവൻ ആരുടെ പുത്രനാണെന്ന് നീ മറന്നോ? ഓം ഹിരണ്യായ നമഃ. ഓം ഹിരണ്യായ നമഃ. ഓം ഹിരണ്യായ നമഃ. ഒരു കാര്യം ചെയ്യാം, ഇവനെ നമ്മുടെ മറ്റു ശിഷ്യന്മാരുമായി കൂടിച്ചേർക്കാം. ശരിയാണ്, ശരിയാണ്. ശിഷ്യന്മാരെ ഇങ്ങ് വരൂ. ദേ നോക്കൂ, ഇവനാണ് പ്രഹ്ലാദൻ. നമ്മുടെ ഭഗവാനായ സാക്ഷാൽ ഹിരണ്യകശിപു ചക്രവർത്തിയുടെ മകൻ. ഞങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചതൊക്കെ ഇവനും നിങ്ങൾ പഠിപ്പിക്കാൻ കൊടുക്കണം. ഞങ്ങൾ സന്ധ്യാവന്ദനം ചെയ്തു വരാം.
പോലും അറിയാത്ത നാരായണനെ നീ എന്തിനു ഭജിക്കുന്നു? ഭക്തി, ഭജനം, പൂജ, അർച്ചന അതൊക്കെ വയസ്സായ പല്ല് പോയ മുത്തശ്ശിമാർക്കുള്ളതല്ലേ? നമ്മളെ പോലെ യുവജനങ്ങൾക്ക് യുദ്ധ കൗശലവും പരാക്രമവും ശിങ്കാരവും ഒക്കെയല്ലേ ആവശ്യം? ഞങ്ങളെ പോലെയാകുക. ശ്രീമന്നാരായണൻ ആരുടെയും ശത്രുവല്ല. അദ്ദേഹം എല്ലാവരുടെയും പരമമിത്രമാകുന്നു. അദ്ദേഹമാകുന്നു സാക്ഷാത് ഭഗവാൻ. അദ്ദേഹം എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു. അപ്രത്യക്ഷനാണ്. കാരണം നമുക്ക് അദ്ദേഹത്തെ കാണാനുള്ള ശക്തിയില്ല. ഭക്തി എന്നത് ചെറുപ്രായത്തിൽ തന്നെ തുടങ്ങേണ്ട ഒന്നാണ്. മനുഷ്യജന്മം എന്നത് എത്ര ദുർലഭമാണ്. 84 ലക്ഷം ജീവയോനികളിൽ ഒന്നു മാത്രമാണ് മനുഷ്യൻ. ഒരുത്തന്റെ ആയുസ് 100 വർഷമാണെങ്കിൽ അതിന്റെ പകുതി അവൻ ഉറങ്ങി തീർക്കുന്നു. 10 വർഷം അബോധ ശിശുവായി ബാല്യാവസ്ഥയിൽ തീർന്നു പോകുന്നു. ഏറെയൊരു 10 വർഷം കൗമാരപ്രായത്തിൽ കളിബുദ്ധിയോടെ തീർന്നു പോകുന്നു. അവസാനത്തെ 20 വർഷം ജരാബാധയാലും രോഗങ്ങളാലും തീർന്നു പോകുന്നു. ഇടയിലെ ഒരു 5 വർഷം കുടുംബജീവിതവും എടുത്തു പോകുന്നു. ബാക്കി കയ്യിലെണ്ണാവുന്ന വർഷങ്ങൾ മാത്രമേ സത്കർമ്മം ചെയ്യുവാൻ യോഗ്യമായിരിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഭഗവാനെ ഭക്തി ചെയ്യാൻ ഇപ്പോ ഈ ക്ഷണമാണ് ഏറ്റവും ശ്രേഷ്ഠം. അതുകൊണ്ട് എന്റെ കൂടെ പറയൂ: ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ബാക്കിയുള്ള കുട്ടികളും ഈ നമ്മളും വിഷ്ണുഭക്തരാകും. വരൂ, നമുക്ക് മഹാരാജാവിന്റെ അടുക്കൽ ഇവനെ കൊണ്ടുപോകാം. പ്രഹ്ലാദന്റെ സ്ഥിരചിത്തത്തിനു മുമ്പ് തോറ്റുപോയ ചണ്ഡാമർക്കന്മാർ അവനെ ഹിരണ്യകശിപുവിന്റെ സഭയിൽ ചെന്നു ചേർത്തു. പ്രഹ്ലാദന്റെ അചഞ്ചല കൃഷ്ണഭക്തി കണ്ട് ക്രുദ്ധിച്ച ഹിരണ്യൻ സ്വപുത്രനായിരുന്നിരിക്കലും അവനെ ക്രൂരമായി വധിക്കാനൊരുങ്ങി. എന്ത്? ഇത്രയ്ക്ക് ധിക്കാരമോ? ഇവനെ ഞാനിന്ന് എന്റെ ഈ കരങ്ങൾ കൊണ്ടു തന്നെ വധിക്കും. അരുത് പ്രഭു, ഏതൊരു പിതാവും തന്റെ പുത്രനെ വധിക്കരുത്. ആരവിടെ? ഇവനെ എങ്ങനെയെങ്കിലും വധിക്കുവിൻ. സമുദ്രത്തിൽ കൊണ്ട് താഴ്ത്തിയോ, മലകളിൽ നിന്ന് തള്ളിയിട്ടോ, വിഷപാനം ചെയ്യിപ്പിച്ചോ, എങ്ങനെയെങ്കിലും. ഹിരണ്യ സൈനികർ പ്രഹ്ലാദനെ സമുദ്രത്തിൽ താഴ്ത്തി, മലമുകളിൽ നിന്നും തള്ളിയിട്ടു, കാളസർപ്പങ്ങളുടെ നടുവിൽ കൊണ്ടിരുത്തി, അഗ്നിജ്വാലകളിൽ കൊണ്ടു തള്ളി, വിഷപാനം ചെയ്യിച്ചു, ആയുധങ്ങൾ കൊണ്ട് ഹനിക്കാൻ ശ്രമിച്ചു. എങ്കിലും പ്രഹ്ലാദന് ഒന്നും സംഭവിച്ചില്ല. സകലാത്മാവായ ശ്രീമന്നാരായണന്റെ ഭക്തി പ്രഹ്ലാദനെ രക്ഷിച്ചു. പ്രഹ്ലാദന്റെ ഈ അത്ഭുത ശക്തി കണ്ട് പരിഭ്രാന്തരായ സൈനികർ അവനെ ഹിരണ്യകശിപുവിന്റെ അടുക്കൽ ചെന്ന് ചേർത്തു. മഹാപ്രഭു, നിങ്ങളുടെ ഈ പുത്രനെ വധിക്കാൻ ഞങ്ങൾ അസമർത്ഥരാണ്. സമുദ്രത്തിൽ താഴ്ത്തിയാലും, കാളസർപ്പങ്ങൾക്കു നടുവിൽ കൊണ്ടിട്ടാലും, മലനിരകളിൽ നിന്നും തള്ളിയിട്ടാലും ഇവൻ ഒരു പോറല് പോലും ഏൽക്കാതെ തിരികെ വരുന്നു. എന്ത്? ഇതെന്താ ആശ്ചര്യം! ഞാനന്ന് ബ്രഹ്മദേവന്റെ അടുക്കൽ നിന്ന് വാങ്ങി വന്ന മരണമില്ലാ വരം എന്റെ പുത്രനായ ഇവന് വന്നു ചേർന്നുവോ? കാരണമുള്ളിടം വരെയിലും കാര്യത്തിനു നാശം സംഭവ്യമില്ല എന്നൊരു ന്യായമുണ്ട്. അപ്പോൾ കാര്യമായ പ്രഹ്ലാദനെ വധിക്കണമെങ്കിൽ കാരണമായ നാരായണനെ ഇല്ലാതാക്കണം.
ദൈത്യാതമ, കുലദ്രോഹി, മന്ദബുദ്ധേ, എന്നെ ഭയന്ന് എങ്ങൊളിഞ്ഞിരിക്കും? നിന്റെ നാരായണൻ നിന്നെ രക്ഷിച്ചു എന്ന് കരുതണ്ട. നിനക്കു മരണമില്ലാതായത് നീ എൻ്റെ ഈ ഹിരണ്യകശിപുവിന്റെ മകനായി പിറന്നത് കൊണ്ടാണ്. ഭഗവാൻ ശ്രീമൻ നാരായണൻ സർവശക്തനാകുന്നു അച്ഛാ. അദ്ദേഹത്തിൻ്റെ രോമകൂപങ്ങളിൽ നിന്നുമുണ്ടാകുന്ന അസംഖ്യം അണ്ടങ്ങളിൽ ഏതോരന്തത്തിൽ ഒരു ഭൂമിയിൽ ജീവിച്ചു പോകുന്ന നമ്മൾക്ക് ആ പരമാത്മാവിനെ പറ്റി സങ്കല്പിക്കുന്നത് പോലും അസാധ്യമാണ്. ആരോടാ നീ ഈ കെട്ടുകഥകളൊക്കെ വിളമ്പുന്നത്? ഭീരുവായ നിന്റെ നാരായണനെ ഇപ്പോൾ ഇവിടെ പ്രത്യക്ഷനാകാൻ പറയുക. നിന്റെ സ്വാമിയെ വധിച്ചാൽ നീ എന്റെ പരാക്രമം മനസ്സിലാക്കുമല്ലോ. പറ, എവിടെ നിന്റെ ആ മഹാവിഷ്ണു? എൻ്റെ ഭഗവാൻ എങ്ങും നിറഞ്ഞവനാകുന്നു. അദ്ദേഹം ഈ തൂണിലുമുണ്ട്, ഈ തുരുമ്പിലുമുണ്ട്. അസത്യം പറയാതിരിക്കടാ, ഈ തൂണിലുണ്ട് പോലും. അസത്യമല്ല പിതാവേ, എൻ്റെ ഹരി എല്ലായിടത്തുമുണ്ട്, ഈ തൂണിലുമുണ്ട്. എന്നാൽ നിന്റെ ഹരിയെ നിന്റെ കൺമുമ്പിൽ ഞാനിപ്പോൾ വധിക്കും. ഭഗവാൻ ശ്രീമന്നാരായണൻ ശാന്തസ്വരൂപനാകാത്തതിന് എന്താണ് കാരണം? ഹിരണ്യ സംഹാരവും പ്രഹ്ലാദ സംരക്ഷണവും നടന്നല്ലോ. ഇനിയും ഈ ക്രോധത്തിന് എന്താണ് കാരണം? ഏതു ദേവനായാലും അദ്ദേഹത്തെ ശാന്തനാക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിന്റെ ഭക്തന്മാരെ ഉപദ്രവിക്കുന്നവർക്ക് ഹിരണ്യകശിപുവിന്റെ ഗതി സിദ്ധിക്കും. നാരായണ നാരായണ, അദ്ദേഹത്തിന്റെ ഈ ക്രോധം ലോകാവസാനത്തിന് കാരണമാകുമോ എന്ന് തോന്നുന്നു. ലോകപിതാവായ ശ്രീ നരസിംഹമൂർത്തിയെ ശാന്തമാക്കാൻ ലോകമാത ശ്രീ ലക്ഷ്മി ദേവിക്ക് സാധിക്കുകയുള്ളൂ. വരൂ, ദേവിയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഭക്തവത്സലനായ ഭഗവാനെ ശാന്തനാക്കുവാൻ ഞാനും അസമർത്ഥയാണ്. പുത്ര പ്രഹ്ലാദ, ഇങ്ങു വരൂ. അദ്ദേഹം ആരാണെന്ന് മനസ്സിലായോ? നിന്റെ സ്വന്തം ശ്രീമൻ നാരായണൻ നിനക്കായി നരസിംഹമൂർത്തിയായി അവതരിച്ചിരിക്കുന്നു. ചെല്ലൂ, അദ്ദേഹത്തെ ശാന്തനാക്കൂ. ബ്രഹ്മാദയസുരഗണ മുനയോധസിദ്ധാ സത്വൈകതാനമതയോ വചസാം പ്രവാഹേ നാരാധിതും പുരുഗുണൈരധുനാപി
प्रभु किं तोष्टुमर्हति स मे हरिरुग्रजाते मन्ये धनाभिजनरूपतपश्रुतौजस्तेज प्रभावबलपौरुषबुद्धियोगा नाराधनाय हि भवन्ति परस्य पुंसो भक्त्या तुतोष भगवान् गजयूथपाय भक्त्या तुतोष മഹാപ്രഭു, ഭക്തജനവത്സല, ഭക്തരക്ഷക, ഭക്തജീവന, ശാന്തനായാലും ശാന്തനായാലും ശാന്തനായാലും. വത്സ, പ്രഹ്ലാദ, നിന്റെ ഈ ഭക്തി അലൗകികമാകുന്നു. നിനക്ക് സദൃശനായ ഉത്തമ ഭക്തൻ ഭൂതകാലത്തിലുമില്ല, ഇപ്പോഴുമില്ല, ഇനി ഭാവിയിലും ഉണ്ടാകില്ല. അതിനാൽ ഞാൻ നിന്നെ ഭക്തഭാഗവത സാമ്രാജ്യത്തിന് ഏകഛത്രാധിപതിയായ ചക്രവർത്തിയായി ഘോഷിക്കുന്നു. ഭക്ത ചക്രവർത്തി പ്രഹ്ലാദ മഹാരാജാവിന് ഭക്തചക്രവർത്തിയായ പ്രഹ്ലാദനും ശ്രീ ലക്ഷ്മി നരസിംഹമൂർത്തിയും സകല ആപത്തുകളിൽ നിന്നും ഈ നാടകം കണ്ട് കേട്ട് രസിച്ചവരെ രക്ഷിക്കുമാറ് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.